നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കട്ടപ്പനയിൽ മോഷണക്കേസ് പ്രതികളുടെ അറസ്റ്റിന് പിന്നാലെ പുറത്തുവരാനുള്ളത് ഇരട്ട കൊലപാതകമെന്ന സൂചന. നവജാത ശിശുവിനെയും വൃദ്ധനെയും കൊലപ്പെടുത്തിയെന്നാണ് സംശയം. അന്വേഷണം പുരോഗമിക്കുന്നത് പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ. BJP നേതൃത്വവുമായി ചർച്ച നടത്തിയെന്നത് സ്ഥിരീകരിച്ച ദേവികുളം മുൻ MLA S രാജേന്ദ്രൻ. എന്നാൽ ഇപ്പോൾ BJPയിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്നും പ്രതികരണം. അതേസമയം തനിക്കെതിരെയുള്ള നടപടിക്ക് പിന്നിൽ CPM പ്രാദേശിക നേതൃത്വമാണെന്നും നടപടി പിൻവലിക്കാത്തതിൽ പ്രതിഷേധമുണ്ടെന്നും രാജേന്ദ്രൻ. ഇടുക്കി പദ്ധതിയുടെ 3 ചെയിനിൽ പട്ടയം നൽകാനുള്ള നടപടികളിൽ അനിശ്ചിതത്വം. പുതിയ സർവേ പ്രകാരം പഴയ ജണ്ടയിൽ നിന്നും 7 മുതൽ 15 മീറ്റർ വരെ കർഷകരുടെ ഭൂമിയുടെ ഉള്ളിലേക്ക് കയറിയാണ് പുതിയ ജണ്ട സ്ഥാപിക്കുന്നതെന്നും വ്യക്തമായ മാപ്പും രേഖയും കൈവശമില്ലാതെയാണ് ഉദ്യോഗസ്ഥർ സർവേ നടത്തുന്നതെന്നും കർഷകർ. നെടുങ്കണ്ടത്ത് അയൽവാസി സുഹൃത്തിന്റെ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. വെട്ടേറ്റത് നെടുങ്കണ്ടം പച്ചടി മാറാത്തുകുളം ബീനയ്ക്ക്. ആക്രമണം നടത്തിയത് അയൽവാസിയായ പാറയിൽ ശരത്ത്. വിശദമായ വാർത്തകൾ. കട്ടപ്പനയിൽ മോഷണക്കേസ് പ്രതികളുടെ അറസ്റ്റിനു പിന്നാലെ പുറത്തുവരാനുള്ളത് ഇരട്ട കൊലപാതകമെന്ന് സൂചന. നവജാത ശിശുവിനെയും വൃദ്ധനെയും കൊലപ്പെടുത്തിയെന്നാണ് സംശയം. പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കട്ടപ്പന സ്വദേശികളായ വിഷ്ണു വിജയൻ, നിതീഷ് എന്നിവരാണ് മോഷണക്കേസിൽ അറസ്റ്റിലായത്. ഇതിൽ കാഞ്ചിയാർ കക്കാട്ടുകടയിൽ താമസിക്കുന്ന വിഷ്ണുവിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തിയപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങളിലും വീട്ടിലുണ്ടായിരുന്ന വിഷ്ണുവിന്റെ മാതാവിലും സഹോദരിയുടെയും സംസാരത്തിലുണ്ടായ അസ്വാഭാവികതയും പോലീസിൽ സംശയം ജനിപ്പിച്ചു. തുടർന്ന് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് ഇരട്ട കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന സംശയത്തിലേക്ക് പോലീസ് എത്തുന്നത്. വിഷ്ണുവിന്റെ മാതാവും സഹോദരിയും അടക്കം നാട്ടുകാരുമായി ബന്ധം സ്ഥാപിച്ചിരുന്നില്ല. പോലീസ് എത്തുമ്പോഴും ഇവർ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. പിന്നീട് അമ്മയെയും സഹോദരിയെയും പോലീസ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. തുടർന്ന് മോഷണക്കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ SI സുനേക് HA കാര്യങ്ങൾ മേൽ ഉദ്യോഗസ്ഥന് റിപ്പോർട്ട് ചെയ്തു. വിശദമായ റിപ്പോർട്ട് DYSPക്കും SPക്കും സമർപ്പിച്ചു. അതേസമയം സംശയം ദൂരീകരിക്കുവാൻ കഴിയുന്ന ഒരു തെളിവും പോലീസിന് ലഭിച്ചിട്ടില്ല. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കൊലപാതകം നടന്നിട്ടുണ്ടോ എന്നത് സ്ഥിരീകരിക്കാൻ കഴിയൂ. പ്രതികളിൽ ഒരാളായ നിതീഷ് പൂജാരിയാണ്. അതുകൊണ്ട് തന്നെ ആഭിചാരക്രിയകൾ നടന്നിട്ടുണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട്. വിഷ്ണുവിന്റെ പിതാവ് വിജയനെ വീടിനുള്ളിൽ തന്നെ കുഴിച്ചു മൂടിയിട്ടുണ്ടോ എന്നാണ് സംശയിക്കുന്നത്. പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടുന്നതിന് അടുത്ത ദിവസം കട്ടപ്പന പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം ആയിരിക്കും മറ്റു നടപടികളിലേക്ക് പോലീസ് നീങ്ങുക. കക്കാട്ടുകടയിലെ വീട് പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ്. ഇവിടെ പോലീസ് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. BJP നേതൃത്വവുമായി ചർച്ച നടത്തിയെന്നത് സ്ഥിരീകരിച്ച ദേവികുളം മുൻ MLA S രാജേന്ദ്രൻ. എന്നാൽ ഇപ്പോൾ BJPയിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്നും രാജേന്ദ്രൻ വ്യക്തമാക്കി. അതേസമയം തനിക്കെതിരെയുള്ള നടപടിക്ക് പിന്നിൽ CPM പ്രാദേശിക നേതൃത്വമാണെന്നും നടപടി പിൻവലിക്കാത്തതിൽ പ്രതിഷേധമുണ്ടെന്നും രാജേന്ദ്രൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായതിനെ തുടർന്ന് CPM നടപടിയെടുത്ത് പുറത്താക്കിയ രാജേന്ദ്രൻ BJP നേതാക്കളുമായി ചർച്ച നടത്തി. തമിഴ്നാട്ടിൽ നിന്നുള്ള BJP നേതാവ് നേരിൽ കണ്ടു. കൂടാതെ S രാജേന്ദ്രൻ നേരിട്ട് ഡൽഹിയിലെത്തി BJP നേതാക്കളുമായി 2 തവണ ചർച്ച നടത്തിയതായി വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. എന്നാൽ BJP നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയതടക്കം രാജേന്ദ്രൻ സ്ഥിരീകരിക്കുമ്പോഴും നിലവിൽ BJPയിലേക്ക് പോകുന്നു എന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് രാജേന്ദ്രന്റെ പ്രതികരണം. വന്ന നേതാവ് BJPയുടെ ഏതോ ഒരു വിഭാഗത്തിന്റെ ദേശീയ എക്സിക്യൂട്ടീവാണ്. അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷമാണ് പാർട്ടിയുടെ നേതാവാണ് എന്ന് ഞാൻ മനസ്സിലായത്. അപ്പം അദ്ദേഹം പറഞ്ഞിങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും പറഞ്ഞിരുന്നു കണ്ടുപോകാമെന്നാണ്, പാർട്ടിയിലേക്ക് വരണം BJPയിലേക്ക് എന്ന് പറഞ്ഞ് അവർ ഒരു 2-3 മാസമായി പറഞ്ഞ് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇപ്പോൾ പാർട്ടിയിലാണ് നിൽക്കുന്നത്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, മെമ്പർഷിപ്പില്ല, മാത്രമല്ല ഒരു തോട്ടം തൊഴിലാളികൾ ഒക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ ആ നിലയിലേക്കുള്ള പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾക്കുണ്ട്, പാർട്ടിയുടെ പ്രശ്നങ്ങളായി നിൽക്കുകയാണ്. ഇപ്പോൾ പാർട്ടിയിലേക്ക് വരാനോ എന്തെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായം നിലവിലില്ല എന്നാണ് അവരോട് പറഞ്ഞത്. അത്രയും വന്നപ്പോൾ ഒരു യാദൃശ്യമായ ഒരു സംസാര വിഷയം നടന്നു എന്നുള്ളതല്ലാതെ ഞാൻ വരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടില്ല. വരണമെന്ന് അവർ അങ്ങനെ പറയാൻ പറ്റത്തില്ല, അവർക്ക് നിർബന്ധിക്കാനും പറ്റത്തില്ല. എനിക്ക് ഒരു പ്രതീക്ഷ വാക്കുകൾ പോലും ആ സമയത്ത് ഞങ്ങൾ കൊടുത്തിട്ടില്ല. ചർച്ചയാണ് എന്ന് പറയത്തക്ക നിലയിലേക്കൊന്നും പറഞ്ഞിട്ടില്ല. വന്നിരുന്നു എന്നുള്ളത് ശരിയാണ്.
അതേസമയം CPM-ൽ നിന്ന് ആരും BJP-യിൽ പോകില്ലെന്നും പാർട്ടി നടപടിയെടുത്തവർ ഒരുപക്ഷെ പോയേക്കുമെന്നുമാണ് EP ജയരാജന്റെ പ്രതികരണം. S. രാജേന്ദ്രന് പാർട്ടിയിൽ തുടരാൻ കഴിയില്ലെന്നും വേറെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകുന്നതാണ് നല്ലതെന്നും മുമ്പ് M. മണി പരസ്യ പ്രസ്താവന നടത്തിയിരുന്നു. രാജേന്ദ്രന്റെ സഹോദരൻ തമിഴ്നാട്ടിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇയാൾ മുഖേനയാണ് തമിഴ്നാട്ടിലെ BJP നേതാവ് രാജേന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ നിലവിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് രാജേന്ദ്രൻ പറഞ്ഞു വെക്കുമ്പോഴും രാജേന്ദ്രന്റെ BJP-യിലേക്കുള്ള രാഷ്ട്രീയ ചുവടുമാറ്റം പൂർണ്ണമായും തള്ളിക്കളയുവാൻ കഴിയില്ല. ഇടുക്കി പദ്ധതിയുടെ 3 ചെയിനിൽ പട്ടയം നൽകാനുള്ള നടപടികളിൽ അനിശ്ചിതത്വം. KCB 2 മാസം മുമ്പ് തുടങ്ങിയ സർവേ പ്രകാരം പുതിയ ജണ്ട സ്ഥാപിക്കാനുള്ള നടപടി കർഷകർ എതിർക്കുകയാണ്. പുതിയ സർവേ പ്രകാരം പഴയ ജണ്ടയിൽ നിന്നും 7 മുതൽ 15 മീറ്റർ വരെ കർഷകരുടെ ഭൂമിയുടെ ഉള്ളിലേക്ക് കയറിയാണ് പുതിയ ജണ്ട സ്ഥാപിക്കുന്നതെന്നും വ്യക്തമായ മാപ്പും രേഖയും കൈവശമില്ലാതെയാണ് ഉദ്യോഗസ്ഥർ സർവേ നടത്തുന്നതെന്നുമാണ് കർഷകരുടെ പരാതി. ഇടുക്കി പദ്ധതിക്കായി കുടിയൊഴിപ്പിച്ച ശേഷം ജലാശയത്തിന്റെ അതിർത്തി നിശ്ചയിച്ച 1974-75 കാലത്ത് വൈദ്യുതി വകുപ്പ് ജണ്ട സ്ഥാപിച്ചിരുന്നു. ഇതിനുശേഷമുള്ള ഭൂമി അന്നു മുതൽ കർഷകരുടെ കൈവശമാണ്. എന്നാൽ പുതിയ സർവേ പ്രകാരം പഴയ ജണ്ടയിൽ നിന്നും 7 മുതൽ 15 മീറ്റർ വരെ കർഷകരുടെ ഭൂമിയുടെ ഉള്ളിലേക്ക് കയറിയാണ് പുതിയ ജണ്ട നിർമ്മിക്കുന്നത്. ഇത് കർഷകർ ചോദ്യം ചെയ്യുന്നതാണ് തർക്കത്തിനും തുടർന്നുള്ള നടപടികൾക്കും തടസ്സമാകുന്നത്. വ്യക്തമായ മാപ്പും രേഖയും കൈവശമില്ലാതെയാണ് ഉദ്യോഗസ്ഥർ സർവേ നടത്തുന്നതെന്നാണ് കർഷകരുടെ പരാതി. ഇടുക്കി പദ്ധതിക്ക് വേണ്ടി വിട്ടുകൊടുത്ത ശേഷം കർഷകനായ തോണിത്തടി ചെമ്പൻകുളം CG ബാബുവിന് ജണ്ടയ്ക്ക് മുകളിൽ 1 ഏക്കർ 20 സെന്റ് സ്ഥലമുണ്ട്. ഇതിന്റെ രേഖകളും ബാബുവിന്റെ കൈവശമുണ്ട്. പട്ടയ അപേക്ഷ പ്രകാരം പുതിയ സർവേ സംഘം സ്ഥലം അളന്നപ്പോൾ 1 ഏക്കർ 10 സെന്റ് KSEB-യുടേതായി. ബാബുവിന് സ്ഥലം 10 സെന്റായി ചുരുങ്ങുകയും ചെയ്തു. തുടർന്ന് സ്ഥലത്തിനുള്ളിൽ ജണ്ട സ്ഥാപിക്കുന്നത് തടയുകയും ബാബു കട്ടപ്പന മുൻസിഫ് കോടതിയെ സമീപിക്കുകയും ചെയ്തു. രേഖകൾ പരിശോധിച്ച കോടതി 1 ഏക്കർ 20 സെന്റ് സ്ഥലമുണ്ടെന്ന് കണ്ടെത്തി. ഇത്രയും സ്ഥലം അളന്ന് തിരിച്ചു നൽകാനും ഇതിനുശേഷം ജണ്ട സ്ഥാപിക്കാനും വൈദ്യുതി വകുപ്പിന് കോടതി നിർദ്ദേശം നൽകിയതായി നാട്ടുകാർ പറഞ്ഞു. ഇപ്പം രേഖാമൂലം നമ്മുടെ പല കർഷകരും കോടതിയെ സമീപിച്ച് പോലെ അളന്നിരിച്ച് കയറിയ സ്ഥലങ്ങളിൽ അളന്നിരിച്ച് കൊടുക്കാനും ഓർഡറൊക്കെ ആയിട്ടും കോടതി നടപടി പോലും ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ ഇതുവരെ അവർ അളക്കാൻ തയ്യാറാകുന്നില്ല. ഇതുപോലെ കോടതി വിധി ഉണ്ടായിട്ടും ഞാൻ എൻ്റെ സഹോദരനൊക്കെ ആണെങ്കിലും കോടതി വിധി ഉണ്ടായിട്ടും അവർ ഭൂമി അളന്നിരിച്ച് കൊടുക്കാത്തതിനാൽ ഞാൻ മുന്നിൽപ്പെടുത്ത ഭൂമിക്ക് പട്ടയം അവരളക്കാൻ തയ്യാറായിട്ടില്ല. അതുകൂടാതെ അതിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന ഭാഗങ്ങളിലും അവർ പട്ടയത്തിന് നടപടി ചെയ്ത് കൊടുക്കുന്നില്ല. ഇത് കർഷകരെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ രേഖയുണ്ടെങ്കിൽ പഴയ രേഖയും 76 കൊടുത്തുന്ന രേഖകളിലും ഉള്ള കർഷകർക്ക് അതിന് അവരൊരു പ്രാമുഖ്യം കാണിക്കുന്നില്ല. 100 വർഷത്തിലധികം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിൻ്റെ രേഖകളാണ് ഇപ്പോഴും അവർ പ്രായോഗികമായി പ്രയോഗിക്കുന്നത്. പക്ഷേ കർഷകർക്ക് സർക്കാർ കൊടുത്തിരിക്കുന്ന രേഖ അവർ പരിഗണിക്കാതെ അവരെ തന്നിഷ്ടപ്രകാരം 2017 പ്ലാൻ പ്രകാരമാണ് അവരുടെ കയ്യിലുള്ളത്. അതും പ്രകാരം ജണ്ട കിട്ടി കഴിയുമ്പോൾ കൃഷിക്കാർക്ക് പലർക്കും ഇതുപോലെ ഭൂമിയിൽ പട്ടം കിട്ടാത്ത അവസ്ഥയാണ്. ഇതിന് സർക്കാർ അടിയന്തരമായൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് കർഷകരുടെ രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ പഴയ ജണ്ടയിൽ നിന്നും ഉള്ളിൽ കയറി പുതിയ ജണ്ട സ്ഥാപിക്കുന്നത് പല കർഷകരും എതിർക്കുന്നുണ്ട്. വഴി, വെള്ളം തുടങ്ങിയ ഭൗതിക സൗകര്യം കണക്കിലെടുത്ത് ആളുകൾ വീട് വെച്ച് താമസിക്കുന്നത് 3 ചീനിലാണ്. വീട് ഉൾപ്പെടുന്ന ഭൂമിക്ക് പട്ടയം വേണമെന്ന കർഷകരുടെ ആവശ്യം പരിഗണിച്ചാണ് ഇപ്പോൾ 3 ചീനിലും പട്ടയം നൽകാൻ പുതിയ സർവേയും ജണ്ട സ്ഥാപിക്കലും തുടങ്ങിയത്. തർക്കമില്ലാത്ത സ്ഥലങ്ങളിൽ സർവേ തുടരുന്നുണ്ട്. എന്നാൽ 3 ചീനിൽ മുഴുവൻ സർവേ പൂർത്തിയാക്കിയാലേ പട്ടയം നൽകാൻ കഴിയൂ. ജലവൈദ്യുത പദ്ധതിയുടെ പരമാവധി സംഭരണ ശേഷിക്ക് മുകളിൽ സ്ഥാപിച്ച ജണ്ടയ്ക്ക് ശേഷമുള്ള ഭൂമിക്ക് പട്ടയം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. അനാവശ്യമായി KSEB തർക്കമുണ്ടാക്കുന്നത് പട്ടയം നിഷേധിക്കാനാണെന്നും കർഷകരും കർഷക സംഘടനകളും ആരോപിക്കുന്നു. നെടുങ്കണ്ടത്ത് അയൽവാസി സുഹൃത്തിന്റെ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. നെടുങ്കണ്ടം പച്ചടി മാറാത്തുകുളം ബീനയ്ക്കാണ് വെട്ടേറ്റത്. തടസ്സം പിടിക്കുവാനെത്തിയ ഭർത്താവ് ജോർജിനും വെട്ടേറ്റു. അയൽവാസിയായ പാറയിൽ ശരത്താണ് ആക്രമണം നടത്തിയത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യലഹരിയിലാണ് ജോർജിന്റെ സുഹൃത്തായ ശരത് ബീനയെ ആക്രമിച്ചത്. ബീനയെ ആക്രമിക്കുന്നതിനിടയിലുണ്ടായ മൽപ്പിടുത്തത്തിൽ ഭർത്താവ് ജോർജിനും പരിക്കേറ്റു. ജോർജും അയൽവാസി ശരത്തും സ്ഥിരം മദ്യപാനികളാണ്. ജോർജ് മദ്യപിച്ച് വീട്ടിലെത്തിയതിൽ ക്ഷുഭിതയായ ബീന ഭർത്താവിനെ കൂട്ടി മദ്യപിക്കുന്നതിനെ ചൊല്ലി ശരത്തിനെ ഫോണിൽ വിളിച്ച് ശകാരിച്ച ശേഷം ബീനയും പിന്നാലെ ഭർത്താവും ശരത്തിന്റെ വീട്ടുപടിക്കലെത്തി വാക്കേറ്റത്തിലേർപ്പെട്ടു. തുടർന്ന് ശരത്ത് കയ്യിലിരുന്ന കത്തിയെടുത്ത് വീശുകയായിരുന്നു. ഒരു പൈസ തർക്കം ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അതൊന്ന് ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാക്കുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതാണ്. അപ്പോൾ അവൻ വീട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഇതിലോട്ട് ചോദിക്കാൻ ചെന്നു. പിന്നെ അവിടെ കൊണ്ട് വന്ന് വീട് അറിഞ്ഞു. അത് ഇടയ്ക്ക് ഒരു ചേട്ടൻ മുന്നേ ചോദിച്ചാൽ നമുക്ക് രാവിലെ ചോദിക്കാമെന്ന്, അത്രേ ഉള്ളൂ.
ബീനയുടെ ഇടത് കൈത്തണ്ട മുറിഞ്ഞു. ആക്രമണത്തിൽ പരിക്കേറ്റ ബീനയെയും ഭർത്താവിനെയും കല്ലാറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബീനയുടെ കൈയുടെ മസിൽ മുറിഞ്ഞതിനാൽ ശസ്ത്രക്രിയയ്ക്കായി തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 18 വർഷങ്ങൾക്ക് ശേഷം വണ്ടിപ്പെരിയാർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പ്രസവ ശുശ്രൂഷ നടന്നു. ഡോക്ടർ മീര, ഹെഡ് നേഴ്സ് സിന്ധു എന്നിവരുടെ നേതൃത്വത്തിൽ ജാർഖണ്ഡ് സ്വദേശിനി ഗസ്പാൻ ബീഗത്തിനാണ് ആശുപത്രിയിൽ പ്രസവ ശുശ്രൂഷ ഒരുക്കിയത്. അമ്മയും കുഞ്ഞും സുഖകരമായിരിക്കുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിലെയും പരിസര പ്രദേശങ്ങളിലെയും തോട്ടം തൊഴിലാളികളുടെയും നിർധനരായവരുടെയും രോഗശുശ്രൂഷകൾക്കായി ആരംഭിച്ച വണ്ടിപ്പെരിയാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മുൻകാലങ്ങളിൽ പ്രസവ ശുശ്രൂഷകൾ നടന്നിരുന്നു. എന്നാൽ പിന്നീട് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രസവ ചികിത്സ ആരംഭിച്ചതോടെ വണ്ടിപ്പെരിയാറിലെ ആശുപത്രിയിൽ സേവനം ലഭ്യമല്ലാതായി. പിന്നീട് പീരുമേട് താലൂക്ക് ആശുപത്രിയിലും ഡോക്ടർമാരുടെ അഭാവവും മറ്റു കാരണങ്ങളാലും പ്രസവ ശുശ്രൂഷയ്ക്ക് തടസ്സം നേരിട്ടു. ഇതോടെ കിലോമീറ്ററുകൾ ദൂരമുള്ള കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രി, കോട്ടയം മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലായിരുന്നു സാധാരണക്കാർ. നിലവിൽ 18 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രസവ ശുശ്രൂഷ നടന്നത്. ജാർഖണ്ഡ് സ്വദേശിനി ഗസ്ബാൻ ബീഗത്തിനാണ് CHCയിൽ പ്രസവ ശുശ്രൂഷകൾ നൽകിയത്. ഡോക്ടർ മീര, ഹെഡ് നേഴ്സ് സിന്ധു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രസവ ശുശ്രൂഷകൾ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അത്യാസന്ന നിലയിൽ ആശുപത്രിയിലെത്തിച്ച ഗസ്ബാൻ ബീഗം ആശുപത്രിയുടെ കവാടത്തിൽ വാഹനത്തിൽ തന്നെ പ്രസവിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവർക്ക് ശുശ്രൂഷകൾ നൽകിയത്. ഹൈറേഞ്ചിലെ ഏറ്റവും വലിയ നോമ്പുകാല തീർത്ഥാടന കേന്ദ്രമായ എഴുകുമ്പയിൽ കുരിശുമലയിൽ വലിയ നോമ്പിലെ 4ാമത്തെ വെള്ളിയാഴ്ചയും തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നേരം പുലർന്നതിന് മുൻപ് തന്നെ വിശ്വാസികൾ കുരിശിന്റെ വഴിയും ചൊല്ലി കുരിശുമല കയറി തുടങ്ങിയിരുന്നു. ഇടവക ജനങ്ങളുടെയും മറ്റ് സ്ഥലങ്ങളിൽ നിന്നെത്തിയ നാനാജാതി മതസ്ഥരായ വിശ്വാസികളുടെയും നേതൃത്വത്തിൽ രാവിലെ 9:45 മലയടിവാരത്തുള്ള ടൗൺ കപ്പളിയിൽ നിന്നും കുരിശുമലയിലേക്കുള്ള പീഠാനുഭവ യാത്ര ആരംഭിച്ചു. കുരിശുമലയിലെ തീർത്ഥാടക ദേവാലയത്തിൽ ദിവ്യബലിയും വചനപ്രഘോഷണവും നേർച്ചക്കഞ്ഞി വിതരണവും നടന്നു. കുരിശുമലയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോസഫ് പവുത്ത, വൈകിട്ട് നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോസഫ് വട്ടപ്പാറ എന്നിവർ മുഖ്യ കാർമ്മികരായിരുന്നു. കുരിശുമലയിലെത്തിയ മുഴുവൻ വിശ്വാസികൾക്കും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൂശിത രൂപവും തീർത്ഥാടക ദൈവാലയവും തിരുക്കല്ലറയും കേരളത്തിൽ ആദ്യമായി നിർമ്മിച്ച മിസ്സേറിയ രൂപവും സന്ദർശിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. 40ാം വെള്ളിയാഴ്ച ഇടുക്കി രൂപതല കുരിശുമല തീർത്ഥാടനം എഴുകുമ്പയിൽ കുരിശുമലയിലേക്ക് നടക്കും. ഹൈറേഞ്ചിലെ വിവിധ ഇടവകകളിൽ നിന്നും ഇടവക വികാരിമാരുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ കുരിശുമലയിലേക്ക് കാൽനടയായി എത്തും. ദുഃഖവെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് മലയടിവാരത്തുള്ള ടൗൺ കപ്പളിയിൽ നിന്നും ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ പീഠാനുഭവ യാത്ര ആരംഭിക്കും. തുടർന്ന് കുരിശുമലയിലെ തീർത്ഥാടക ദേവാലയത്തിൽ ദുഃഖവെള്ളിയുടെ തിരുക്കർമ്മങ്ങളും പീഠാനുഭവ സന്ദേശവും നടക്കുമെന്ന് നിത്യസഹായമാത ഇടവക വികാരി ഫാദർ ജോർജ് പാട്ടത്തെക്കുഴി, കുരിശുമല കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ അറിയിച്ചു. കോൺഗ്രസ് അയ്യപ്പൻകോവിൽ മണ്ഡലം കമ്മിറ്റി യോഗവും യൂത്ത് കോൺഗ്രസ് സ്ഥാനാരോഹണവും നടന്നു. DCC വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് അയ്യപ്പൻകോവിൽ മണ്ഡലം കമ്മിറ്റി യോഗവും യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ സ്ഥാനാരോഹണവുമാണ് അയ്യപ്പൻകോവിൽ ഇന്ദിരാഭവനിൽ വെച്ച് നടന്നത്. അയ്യപ്പൻകോവിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റായി സുഭാഷ് മാത്യുവിനെ തെരഞ്ഞെടുത്തു. സ്ഥാനാരോഹണ ചടങ്ങ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ ഉദ്ഘാടനം ചെയ്തു. സംഘടനാനുഷ്ഠനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ സംഘടനാനുഷ്ഠയിൽ ഈ മണ്ഡലത്തിൽ നിന്ന് ഗ്രൂപ്പിന് അതീതമായി ജില്ലാ കമ്മിറ്റിയിലേക്ക് പൂർണ്ണമായ പിന്തുണ നൽകിയവരാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ ഏതായാലും നിങ്ങളോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കാം. യോഗത്തിൽ കോൺഗ്രസ് അയ്യപ്പൻകോവിൽ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ അധ്യക്ഷനായിരുന്നു. DCC വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ, ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് ജോസഫ് കൂറുംപുറം, മാരിയിൽ രാജേന്ദ്രൻ, സുമേഷ് സോമൻ, ഷാജി പി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഉപ്പതറ സെമിത്തേരിപ്പടി മിച്ചഭൂമി റോഡിന്റെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം സിനി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. നാളുകളായി തകർന്ന് യാത്രാക്ലേശം രൂക്ഷമായിരുന്ന പാതയാണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെ 12ാം വാർഡിൽ ഉൾപ്പെട്ട സെമിത്തേരിപ്പടി മിച്ചഭൂമി റോഡ്. 500-ലധികം കുടുംബങ്ങളുടെ ഏക ആശ്രയമായിരുന്ന പാത പൂർണ്ണമായും തകർന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്കടക്കം ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് 2023-24 മെയിൻ്റനൻസ് ഗ്രാന്റിൽ ഫണ്ട് ഉപയോഗിച്ച പാത യാത്രായോഗ്യമാക്കിയത്.
9 ലക്ഷം രൂപ ചിലവഴിച്ച് 250 മീറ്റർ കോൺക്രീറ്റിംഗും ടാറിങ്ങുമാണ് നടത്തിയത്. നവീകരിച്ച പാതയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം സിനി ജോസഫ് നിർവഹിച്ചു. സെമിത്തേരിപ്പടി മിച്ചഭൂമി റോഡിന് താമസിച്ചു പോയി, ഫണ്ടനുവദിച്ചില്ല, വഴിവയ്ക്കാൻ ധൃതി വെച്ചു, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായി. ഈ നമുക്കറിയാം, സാമ്പത്തിക പ്രതിസന്ധി മൂലം കോൺട്രാക്ടർമാർ സമയത്ത് പണി ചെയ്യുന്നില്ല, അവർക്ക് പൈസ കിട്ടാത്തത് കൊണ്ടാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പൂർത്തീകരിക്കേണ്ട റോഡാണ് ഈ 9 ലക്ഷം രൂപയുടെ വർക്ക്. അത് നമുക്ക് സാക്ഷാത്കരിച്ച് വന്നത് ഇപ്പോഴാണ്. എന്നാൽ ഇതേ തുടർന്ന് തന്നെ 10 ലക്ഷം രൂപയും കൂടെ പാറക്കപ്പടി താളിക്കല്ലിങ്ങപ്പടിക്ക് 10 ലക്ഷം രൂപയും കൂടെ നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. അതും ഉടനെ തന്നെ ഈ 23-24 സാമ്പത്തിക വർഷത്തെ ഫണ്ടായിട്ട് നമ്മുടെ പണി ഇപ്പോൾ ഉടനെ തന്നെ പൂർത്തീകരിക്കും. ഇതിനെ സഹകരിക്കുകയും റോഡ് അടച്ചിട്ടപ്പോഴും എല്ലാം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച ഈ നാട്ടിലുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. പുതുക്കട പോസ്റ്റ് ഓഫീസ് പടിക്കിലേക്ക് ചെല്ലുന്ന പാതയിൽ ബാക്കി ദുർഘടമായി കിടക്കുന്ന ഭാഗം നവീകരിക്കാനായി 10 ലക്ഷം രൂപ അനുവദിച്ച ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. സമയബന്ധിതമായി അടുത്ത ഘട്ടം കൂടി പൂർത്തീകരിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. ഇതോടെ പ്രദേശവാസികളുടെ നാളുകളായിട്ടുള്ള ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത്. ഇടുക്കി ജില്ലയിൽ ആദ്യമായി കെട്ടുകാഴ്ചയൊരുക്കി കമ്പംമെട്ട് കറുപ്പുസ്വാമി ക്ഷേത്രം. മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചാണ് 16 അടി ഉയരവും 10 അടി വീതിയും 12 അടി നീളവുമുള്ള കെട്ടുകാളകളെ എഴുന്നള്ളത്തിനായി തയ്യാറാക്കിയത്. 10ഓളം വരുന്ന കലാകാരന്മാർ ഒരാഴ്ചയെടുത്താണ് കെട്ടുകാഴ്ച നിർമ്മിച്ചത്. ഇടുക്കി ജില്ലയ്ക്ക് അന്യമായിരുന്ന കാഴ്ചയാണിത്. അതിനാൽ തന്നെ ഹൈറേഞ്ചുകാർക്ക് അത്ര സുപരിചിതമല്ലാത്ത കെട്ടുകാഴ്ച പുതു അനുഭവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് കമ്പംമെട്ട് ശ്രീ കറുപ്പുസ്വാമി ക്ഷേത്ര ഭാരവാഹികൾ. തൃശൂരിൽ നിന്ന് കൊണ്ടുവന്ന അലങ്കാര വസ്തുക്കളും വൈക്കോലും തുണിയും ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. ഇരുമ്പ് ഫ്രെയിമുകളിൽ നിർമ്മിച്ച കാളയ്ക്കായി 1 ലക്ഷത്തോളം രൂപ ചിലവ് വന്നു. കമ്പംമെട്ട് കറുപ്പുസ്വാമി ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കെട്ടുകാളയുടെ നിർമ്മാണവും അതിൻ്റെ സമർപ്പണവുമാണ് നടന്നത്. ഏതാണ്ട് 10-20 ദിവസത്തെ അധ്വാനം 8-9 കലാകാരന്മാർ ഒന്നിച്ചു ചേർന്നുകൊണ്ട് 10-15 ദിവസം രാത്രിയും പകലും കഷ്ടപ്പെട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടുകാഴ്ചയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് ഇടുക്കി ജില്ലയിൽ തന്നെ ആദ്യത്തെ ഒരു കെട്ടുകാഴ്ച എന്ന് തന്നെ പറയുന്നത്. ശിവനും പാർവതിയും എന്നുള്ള സങ്കല്പത്തിൽ ചുവപ്പ് ശിവനും വെള്ള പാർവതിയും എന്നുള്ള സങ്കല്പത്തിൽ നന്ദികേശന്മാരുടെ കെട്ടുകാളയാണ് ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഉത്സവത്തിനോടനുബന്ധിച്ച് എഴുന്നള്ളിക്കുന്നത്. കെട്ടുകാളകൾ ഭക്തജനങ്ങൾക്കൊരു പുതിയ അനുഭവമായിരിക്കുമെന്നാണ് ക്ഷേത്രം ഭാരവാഹികളുടെ പ്രതീക്ഷ. പാവപ്പെട്ടവരും ദുഃഖവും ദുരിതവും യാതനകളും വേദനകളും അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന ഭക്തജനങ്ങളുടെ പ്രതീകമാണ് കെട്ടുകാള എന്നുള്ളതാണ് ഭഗവാൻ അരുളി ചെയ്തിരിക്കുന്നത്. ആ അരുളപ്പാടനുസരിച്ച് ആ കെട്ടുകാളയോട് ഒപ്പം മാത്രമേ ഞാൻ എഴുന്നള്ളത്തിന് പുറപ്പെടൂ എന്നുള്ളതാണ് നമ്മുടെ വെളിപ്പെടുത്തലിൽ ഭഗവാൻ കാണിച്ചു തന്നിരിക്കുന്നത്. അതനുസരിച്ചാണ് നമ്മൾ ഈ കെട്ടുകാള ചെയ്ത് എടുക്കപ്പെട്ടിട്ടുള്ളത്. ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം ഇപ്പോൾ പുനരുദ്ധാരണത്തിന്റെ പാതയിലാണ്. ഒരു കാലത്ത് കമ്പംമെട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ കേന്ദ്രവും പ്രൗഢികളിലൊന്നുമായിരുന്നു കറുപ്പുസ്വാമി ക്ഷേത്രം. വിരിഞ്ഞു നിൽക്കുന്ന ആൽമരവും അതിന് കീഴെയുള്ള പ്രതിഷ്ഠയുമെല്ലാം കമ്പംമെട്ടിന്റെ വലിയൊരു മുഖമുദ്രയായിരുന്നു. പക്ഷെ പിന്നീട് കുറേ കാലത്തിന് ശേഷം ആ ക്ഷേത്രം ക്ഷയിച്ച് ആർക്കും വേണ്ടാത്തൊരവസ്ഥയിൽ എത്തി നിന്നിടത്തുനിന്നാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏതാനും ചില ഭക്തരുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ കർമ്മങ്ങൾ നടത്തുകയും ഇപ്പോൾ വളരെ സജീവമായി എല്ലാ ദിവസവും കൃത്യമായി പൂജയും പ്രാർത്ഥനകളും നടക്കുന്ന ഒരു ക്ഷേത്രമായി ഇപ്പോൾ ഇത് മാറിക്കഴിഞ്ഞു. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഒരു ഹൈന്ദവ സമൂഹത്തിൻ്റെ മാത്രം ഒരു വിശ്വാസ കേന്ദ്രമല്ല, മറിച്ച് കമ്പംമെട്ടിൽ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാ മത ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കൃത്യമായ പ്രോത്സാഹനവും ഇടപെടലും സഹകരണവും കൊണ്ടാണ് വീണ്ടും ക്ഷേത്രം പുതിയ സജീവമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ തന്നെ ആദ്യമായാണ് ഒരു കെട്ടുകാള സമർപ്പണം ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത്. ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയിൽ അത് എഴുന്നള്ളിക്കുകയും ചെയ്യും. ഇത്തവണത്തെ ശിവരാത്രി കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കറുപ്പുസ്വാമി ക്ഷേത്രത്തിൽ ആഘോഷിക്കുവാനായി ഭക്തജനങ്ങൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ കമ്പംമെട്ടിലേക്ക് എത്തിത്തുടങ്ങി. വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും വീണ്ടും ഒത്തുചേരുന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണം രാജാക്കാട് ആരംഭിച്ചു. രാജാക്കാട് കള്ളിമാലി ഭദ്രകാളി ക്ഷേത്രസന്നിധിയിൽ ചിത്രത്തിന്റെ പൂജ നടന്നു. എം എം മണി MLA സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു.
രാജാക്കാട്, ശാന്തൻപാറ, രാജകുമാരി, പൂപ്പാറ എന്നിവിടങ്ങളിലായാണ് ചിത്രീകരണം നടക്കുക. ഇവാനി എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ആരതി കൃഷ്ണൻ നിർമ്മിച്ച രജിത് RL, ശ്രീജിത്ത് എന്നിവർ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണമാണ് ആരംഭിച്ചത്. മലയോര മേഖലയിൽ അപൂർവമായി എത്തുന്ന ചലച്ചിത്ര പ്രവർത്തകർക്ക് ഹാർദവമായ സഹകരണം നൽകി ഇവരെ സഹായിക്കുമെന്ന് സ്വിച്ച് ഓൺ വേളയിൽ MM മണി പറഞ്ഞു. ഇവിടെ കലാകാരന്മാരായി സിനിമ ഷൂട്ടിങ്ങിലെത്തിയിരിക്കുന്ന നടീനടന്മാരെയും എൻ്റെ സാങ്കേതിക വിദഗ്ധരെ എല്ലാം ഞാൻ ആത്മമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സിനിമയുടെ ആരാധകരെ ശാന്തരാകുവിൻ എന്ന സിനിമയുടെ കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഇത് വൻ വിജയമാകട്ടെ എന്ന് ഞാൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിബിൻ ജോർജ്, സജിൻ ചെറുകയിൽ എന്നിവർ പങ്കെടുത്ത രംഗത്തോടെ ചിത്രീകരണവും ആരംഭിച്ചു. നാട്ടിലെ ഒരു സാധാരണ കുടുംബത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചിത്രത്തിന്റെ കഥാപുരോഗതി. സെബാൻ എന്ന വ്യക്തിയുടെ മരണത്തിനു ശേഷം അദ്ദേഹം സ്വപ്നം കണ്ട ലോകം സാക്ഷാത്കരിക്കാൻ മക്കളായ ജിജോയും ജിൻഡോയും നടത്തുന്ന ശ്രമങ്ങളും അത് നടപ്പിലാക്കുന്നതിനിടയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളുമാണ് അത്യന്തം രസകരമായ മുഹൂർത്തങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത്. മലയോര ഗ്രാമത്തിന്റെ ജീവിത പശ്ചാത്തലത്തിലൂടെ ആ നാടിന്റെ ഉൾത്തുടിപ്പുകൾ കോർത്തിണക്കിയാണ് അവതരണം. ബന്ധങ്ങളുടെ കെട്ടുറപ്പും പ്രണയവുമൊക്കെ ചിത്രത്തിന് പിൻബലം നൽകുന്നു. ലാലു അലക്സ് സെബാൻ എന്ന കഥാപാത്രമാകുന്നു. വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജുമാണ് മക്കളായ ജിജോ, ജിൻഡോ എന്നിവരെ അവതരിപ്പിക്കുന്നത്. തെലുങ്ക് താരം പായൽ രാധാകൃഷ്ണൻ നായികയാവുന്നു. അശോകൻ, ഹരീഷ് കണാരൻ, ദിനേശ് പ്രഭാകർ, ജിമോൻ ജോർജ്, സേതുലക്ഷ്മി, ഐശ്വര്യ ബാബു, RS പണിക്കർ, അഞ്ജന അപ്പുക്കുട്ടൻ തുടങ്ങി നിരവധി പേർ താരങ്ങളാകുന്നുണ്ട്. രാജാക്കാട്, ശാന്തൻപാറ, രാജകുമാരി, പൂപ്പാറ എന്നിവിടങ്ങളിലായാണ് ചിത്രീകരണം നടക്കുക. ഇടിച്ചു നേടാനല്ല, ജീവിതത്തിൽ ജയിച്ചു കയറാനാണ് ഈ വീട്ടമ്മമാർ കരാട്ടെ പരിശീലിക്കുന്നത്. സധൈര്യം മുന്നോട്ടു പോകാൻ കരുത്താവുകയാണ് ഇവർക്ക് കരാട്ടെ. കുടുംബശ്രീയുടെ ധീരം പദ്ധതിയുടെ ഭാഗമായി കുഞ്ചിത്തണിയിൽ വീട്ടമ്മമാർക്കായി ഒരുക്കുന്ന കരാട്ടെ പരിശീലനത്തിന്റെ വിശേഷങ്ങളാണ് ഇനി. ഒരു വർഷമായി തീവ്ര കരാട്ടെ പരിശീലനത്തിലാണ് കുഞ്ചിത്തണ്ണിയിലെ ഒരു കൂട്ടം വീട്ടമ്മമാർ. 20ഓളം പേർക്ക് വിവിധ ദിവസങ്ങളിലായാണ് പരിശീലനം നൽകുന്നത്. ചെറുപ്പത്തിലെ പ്രതിരോധ മുറകൾ പരിശീലിച്ച കൊച്ചുകുട്ടികളും ഇവർക്കൊപ്പമുണ്ട്. 6 വർഷമായി പരിശീലന രംഗത്തുള്ള പ്രിൻസിയാണ് പരിശീലക. ഞാൻ 6 കൊല്ലമായിട്ട് കരാട്ടെ പഠിപ്പിക്കുകയാണ്. ഇപ്പം ധീരം പ്രോജക്റ്റ്, കുടുംബശ്രീയുടെ ധീരം പ്രോജക്റ്റിലാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇത് ഏകദേശം 1 കൊല്ലമായിട്ട് പഠിപ്പിക്കുകയാണ്. സ്ത്രീകൾക്കായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അവർ സ്വയം പര്യാപ്തത നേടാൻ വേണ്ടിയിട്ട് സർക്കാർ ഏർപ്പാട് ചെയ്ത ഒരു പ്രോജക്റ്റാണ് ധീരം പ്രോജക്റ്റ്. ഇത് ഞാൻ കുട്ടികൾക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് അവർ തനിച്ച് ഒരിടത്ത് പോകാൻ സാധിക്കാറില്ല എന്നുള്ളതാണ്. അപ്പം അതിനെ നേരിടാൻ വേണ്ടി കരാട്ടെ പഠിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്രതീക്ഷിത ആക്രമണങ്ങൾ നേരിടാൻ പ്രതിരോധ മാർഗങ്ങൾ ഇവർ പരിശീലിച്ചു കഴിഞ്ഞു. തുടർച്ചയായ പരിശീലനത്തിലൂടെ മനസ്സും കൂടുതൽ കരുത്താർജിച്ചെന്നാണ് ഈ വീട്ടമ്മമാർ പറയുന്നത്. കരാട്ടെ പരിശീലനത്തിലൂടെ ഞങ്ങൾക്ക് കൂടുതലൊരു ധൈര്യം, പുറത്തിറങ്ങി എന്തെങ്കിലും ഒരു പുറത്തുനിന്ന് ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസം, നേരിടാനുള്ള ഒരു ധൈര്യം ഞങ്ങൾക്ക് ലഭിച്ചത് ഈ ഒരു പരിശീലന മാർഗത്തിലൂടെയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ള വശം ഞങ്ങൾ കാണുന്നത്. ബ്ലാക്ക് ബെൽറ്റ് നേടി മികവ് തെളിയിക്കുന്നതിനോ എതിരാളിയെ ഇടിച്ച നിലം പരിശാക്കുന്നതിനോ അല്ല ഇവരുടെ പരിശീലനം. സ്വയം സുരക്ഷിതരാകാനുള്ള മുൻകരുതൽ, ഒപ്പം സ്വയം കരുത്താർജിക്കാനും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. രാജ്യത്തിനായി അഭിമാന നേട്ടം കൊയ്ത നിരവധി താരങ്ങളെ ഇടുക്കി സമ്മാനിച്ചിട്ടുണ്ട്. ഇനി വനിതാ ക്രിക്കറ്റിൽ കൂടി നേട്ടം കൊയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഹൈറേഞ്ചിലെ കുട്ടികൾ. സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം കല്ലാറിൽ നടക്കുന്ന ക്രിക്കറ്റ് പരിശീലനത്തിന്റെ വിശേഷങ്ങളിലേക്ക്.
ബാറ്റും ബോളും കൊണ്ട് മൈതാനത്ത് ഇന്ദ്രജാലം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കല്ലാർ ഗവൺമെന്റ് സ്കൂളിലെ 30 പെൺകുട്ടികൾ. മുൻപ് ഇടുക്കിയിൽ തൊടുപുഴയിൽ മാത്രമായിരുന്നു ക്രിക്കറ്റ് അസോസിയേഷന്റെ പരിശീലനം ഉണ്ടായിരുന്നത്. ദൂരം കൂടുതലായതിനാൽ ഹൈറേഞ്ചിൽ നിന്നും പ്രതിഭകൾ എത്താതെ വന്നതോടെ 4 കേന്ദ്രങ്ങളിൽ കൂടി പരിശീലനം ആരംഭിക്കുകയായിരുന്നു. ഇതിൽ പെൺകുട്ടികൾക്ക് പരിശീലനം നൽകുന്നത് കല്ലാറിലാണ്. ശരിക്കും ഞങ്ങളുടെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ കോച്ചായിട്ടുള്ള ശ്രീ സനോൺ സാറ് മലയോര മേഖല ഹൈറേഞ്ചിലേക്ക് ക്രിക്കറ്റ് വ്യാപിപ്പിക്കണം എന്ന് പറഞ്ഞ് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സെൻറ്ററുകളായിട്ട് കല്ലാർ സ്കൂളും അതുപോലെ NRCT സ്കൂളും വണ്ടിപ്പെരിയാറും ഒക്കെ തിരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. ഇവിടെ സെലക്ഷൻ ട്രയൽസ് വെച്ചപ്പം അസാധാരണമായിട്ട് ഒരു 10-20 പെൺകുട്ടികൾ കടന്നു വരികയുണ്ടായി. ആ കുട്ടികൾക്ക് റെഗുലറായിട്ട് കോച്ചിങ് കൊടുത്തപ്പം അവരെല്ലാവരും എല്ലാ ദിവസവും കൃത്യമായിട്ട് കോച്ചിങ്ങിൽ പങ്കെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ ഹൈറേഞ്ചിലെ കുട്ടികൾക്ക് വളരെ പൊട്ടൻഷ്യലും സ്റ്റാമിനയുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഡെഡിക്കേഷൻ കണ്ടിട്ടാണ് നമ്മളിതിന് പുറകിലേക്ക് വന്നത്. പിന്നെ വുമൺസ് ക്രിക്കറ്റിന് ഇപ്പോൾ വളരെ സാധ്യതയാണ്. നമ്മുടെ കുട്ടികൾ കേരള ടീമിൽ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ കുട്ടികളും ഡിസ്ട്രിക്ട് കളിച്ചിട്ടുണ്ട്. ഈ സ്കൂളിലെ കുട്ടികളാണ് ഡിസ്ട്രിക്റ്റിൽ കളിക്കുന്നത്. ഇതിന് പുറകിൽ എഫേർട്ട് എടുക്കും. കുട്ടികളുടെ ഒരു റിസൾട്ട് കാണുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടുകളൊന്നും തോന്നാറില്ല. സ്കൂളിൽ ക്രിക്കറ്റ് പരിശീലനം ആരംഭിച്ചപ്പോൾ വെറുതെ കൗതുകത്തിന് പേര് നൽകി കളത്തിലിറങ്ങിയ എല്ലാ മരിയ ജോൺസൺ എന്ന സംസ്ഥാന താരമാണ്. ആദ്യമേ ടീച്ചേഴ്സിനൊന്നും സപ്പോർട്ടില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ക്യാമ്പിൽ പോയി. അവിടെ 25 കുട്ടികളോളം ഉണ്ടായിരുന്നു. നമ്മുടെ ജില്ലയിൽ നിന്ന് മാത്രം ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. വേറെ ജില്ലയിൽ നിന്നൊക്കെ 2-3 കുട്ടികളൊക്കെ വെച്ചുണ്ടായിരുന്നു. അപ്പോൾ 25 പേരിൽ 16 പേർക്ക് സെലക്ഷൻ കിട്ടി. അപ്പം നല്ല ടഫായിരുന്നു. പിന്നെ മാക്സിമം ചെയ്തു, നമുക്ക് പറ്റുന്ന പോലെ മാക്സിമം ചെയ്തു. അങ്ങനെ സെലക്ഷൻ വന്നപ്പോഴത്തേനും സെലക്ഷൻ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായി. സാർ നമുക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടു. കല്ലാർ ടീമിന്റെ നായിക ദക്ഷിണ നിരവധി എതിർപ്പുകളെ അവഗണിച്ചാണ് പരിശീലനത്തിന് എത്തിയത്. ക്രിക്കറ്റിനോടുള്ള താല്പര്യം മാത്രമായിരുന്നു പ്രേരണ. ഞങ്ങളുടെ സ്കൂളിൽ ഒരു സെലക്ഷൻ ട്രയൽസ് നടന്നു. അപ്പോൾ ഞാനും എൻ്റെ കസിൻ എല്ലാവരും കൂടെ 10 മുംബൈ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സെലക്ഷൻ വന്നപ്പം കയറി. അത് കഴിഞ്ഞപ്പം കളിക്കാനായിട്ട് അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ആദ്യമേ ഇപ്പോൾ സ്റ്റേറ്റ് വരെ പോകാൻ പറ്റുമെന്നും പ്രതീക്ഷിച്ചല്ല. ഒരു വർഷമായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ട് കിട്ടിയതാണ്. സംസ്ഥാന ജില്ലാ ടീമുകളിൽ ഇടം നേടിയ നിരവധി താരങ്ങൾ കല്ലാറിൽ പരിശീലനം നേടുന്നുണ്ട്. ഓരോരുത്തരുടെയും കഴിവുകൾ പ്രത്യേകം നിരീക്ഷിച്ചാണ് പരിശീലനം. ഹൈറേഞ്ചിന്റെ മലമടക്കിൽ നിന്ന് രാജ്യത്തിനായി പാടുകെട്ടാനുള്ള സ്വപ്നത്തിലേക്കാണ് ഇവരുടെ യാത്ര. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കുമളി സ്പൈസ് മോർ ട്രേഡിംഗ് കമ്പനി ഏലക്ക ലേല വിവരം. ആകലോട്ട് 161, വിൽപ്പനയ്ക്ക് വന്നത് 48,622, വിൽപ്പന നടന്നത് 47,702. കൂടിയ വില 1,886, ശരാശരി വില 1,341. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 480 രൂപ, ഏലം കൂടിയ വില 1,400, ഏലം ശരാശരി വില 1,200. കാപ്പിപ്പരിപ്പ് 265, ഗ്രാമ്പു 950, കൊക്കോ 180, റബ്ബർ 143. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,025 രൂപ, വെള്ളി 75. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം
പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കട്ടപ്പനയിൽ മോഷണക്കേസ് പ്രതികളുടെ അറസ്റ്റിന് പിന്നാലെ പുറത്തുവരാനുള്ളത് ഇരട്ട കൊലപാതകമെന്ന സൂചന. നവജാത ശിശുവിനെയും വൃദ്ധനെയും കൊലപ്പെടുത്തിയെന്നാണ് സംശയം. അന്വേഷണം പുരോഗമിക്കുന്നത് പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ. BJP നേതൃത്വവുമായി ചർച്ച നടത്തിയെന്നത് സ്ഥിരീകരിച്ച ദേവികുളം മുൻ MLA S രാജേന്ദ്രൻ. എന്നാൽ ഇപ്പോൾ BJPയിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്നും പ്രതികരണം. അതേസമയം തനിക്കെതിരെയുള്ള നടപടിക്ക് പിന്നിൽ CPM പ്രാദേശിക നേതൃത്വമാണെന്നും നടപടി പിൻവലിക്കാത്തതിൽ പ്രതിഷേധമുണ്ടെന്നും രാജേന്ദ്രൻ. ഇടുക്കി പദ്ധതിയുടെ 3 ചെയിനിൽ പട്ടയം നൽകാനുള്ള നടപടികളിൽ അനിശ്ചിതത്വം. പുതിയ സർവേ പ്രകാരം പഴയ ജണ്ടയിൽ നിന്നും 7 മുതൽ 15 മീറ്റർ വരെ കർഷകരുടെ ഭൂമിയുടെ ഉള്ളിലേക്ക് കയറിയാണ് പുതിയ ജണ്ട സ്ഥാപിക്കുന്നതെന്നും വ്യക്തമായ മാപ്പും രേഖയും കൈവശമില്ലാതെയാണ് ഉദ്യോഗസ്ഥർ സർവേ നടത്തുന്നതെന്നും കർഷകർ. നെടുങ്കണ്ടത്ത് അയൽവാസി സുഹൃത്തിന്റെ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. വെട്ടേറ്റത് നെടുങ്കണ്ടം പച്ചടി മാറാത്തുകുളം ബീനയ്ക്ക്. ആക്രമണം നടത്തിയത് അയൽവാസിയായ പാറയിൽ ശരത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.